പണ്ട് പ്രായമായവരിലും എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും അമിതമായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അത് വേറൊന്നുമല്ല, നമ്മളിന്ന് ഹൈപ്പർ ടെൻഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അമിതമായ BP-നെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേജിൽ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക, കൂട്ടത്തിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. അല്ല യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷനിലെ 3 ടോപ്പിക്കാണ്. 1, എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. 2, എന്തൊക്കെ ഇത് കാരണം നമുക്ക് സംഭവിക്കാം. 3, അമിതമായ BP നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം. ആദ്യത്തെ ടോപ്പിക്ക്, എങ്ങനെയാണ് നമുക്ക് ഈ അമിതമായ BP ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ BP കൂടാനുള്ള ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ആഹാരത്തിൽ അമിതമായിട്ട് ചേർക്കുന്ന ഉപ്പിൻ്റെ അംശമാണ്. ഈ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് നമ്മുടെ BP കൂടാൻ വളരെ വലിയൊരു കാരണമാകും. പിന്നെ അതിന് പിന്നാലെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം, പിന്നെ ദുശീലങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, പിന്നെ പ്രോപ്പറായിട്ട് ഉറക്കമില്ലായ്മ, പിന്നെ ഒരുപാട് സ്ട്രെസ് എടുക്കുക. അതിപ്പോൾ ജോലിയിലാണെങ്കിലും വീട്ടിൽ നിന്നാണെന്നെങ്കിലും ഒക്കെ അമിതമായിട്ടുള്ള സ്ട്രെസ് കാരണം നമുക്ക് BP കൂടാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഒരു ചെറിയ പങ്ക് വഹിക്കുന്നുമുണ്ട്. അടുത്തായിട്ട് BP അമിതമായിട്ട് കൂടിയാൽ എന്തൊക്കെ നമുക്ക് സംഭവിക്കാം. BP അമിതമായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, ഈവൻ നമ്മുടെ കാഴ്ച പോലും നഷ്ടപ്പെടാവുന്ന സിറ്റുവേഷനിലോട്ട് പോവാം. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ അമിതമായ BP കൺട്രോൾ ചെയ്യാം. അതിൽ ആദ്യത്തെ എന്നു പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പൊന്ന് കുറയ്ക്കുക. ഉപ്പിൻ്റെ അളവ് കുറയും തോറും നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിൻ്റെ അളവും കുറയും. അത് കാരണം നമ്മുടെ BP നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് ശരീരഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. റെഗുലറായിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് ഒന്ന് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് വാക്ക്, ഇതൊക്കെ ഒന്ന് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പുകവലി, മദ്യപാനം ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ സ്ട്രെസ്സും സ്ലീപ്പും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റെഗുലറായിട്ട് BP ഒന്ന് ചെക്കപ്പ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ BP അപ്പാരറ്റസ് ഒക്കെ മേടിക്കാൻ കിട്ടും. അതും മേടിച്ച് വീട്ടിൽ വെച്ചാണെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് BP ഒക്കെ ഇറക്കിക്കാൻ ചെക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും അമിതമായ BP കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ഡോക്ടറിനെ തന്നെ കണ്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓർക്കുക, പല ഘട്ടങ്ങളിലും BP അമിതമാണെന്ന് നമുക്ക് പ്രകടമായിരിക്കത്തില്ല. പലരും അവരുടെ BP നോർമൽ ആണെന്ന് കരുതി ലൈഫ് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ഹാർട്ട്, കിഡ്നി, കണ്ണ് ഇവയെല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് പല തവണയും നമ്മൾ BP-നെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. അമിതമായ BP-നെ പറ്റി നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.